അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള സുപ്രധാന പൂജകൾക്ക് തുടക്കമായി. വിഗ്രഹം ഗർഭഗൃഹത്തിലെത്തിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയുമാണ്. ഉത്തർപ്രദേശ് കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ദേശീയ നേതൃത്വം നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗണേശ പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. അംബിക, വരുണ, മാതൃക പൂജകളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാംലല്ല എത്തിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ CRPF കൂടുതൽ ശക്തമാക്കി. അയോധ്യയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. तो राम जी की जो पेंटिंग्स है ना वो हम बचपन से बनाते आ रहे हैं. उनसे एक अलग ही कनेक्शन है, एक श्रद्धा, एक भाव है. जब भी बनाते हैं तो भजन करते ही बनाते हैं. मुझे बड़ा आनंद मिलता है. ക്ഷേത്ര ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൂട്ടക്കൊഴിച്ചിൽ ഭീതിയിലാണ് കോൺഗ്രസ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിടുമെന്നാണ് വിവരം. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ അയോധ്യയിൽ ആരംഭിച്ച BJP നേതൃയോഗത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. അജയ് റായ്, നിർമ്മൽ ഖാത്രി അടക്കമുള്ള നേതാക്കന്മാരുമായി ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയതായാണ് സൂചന. നിയന്ത്രണങ്ങൾ ശക്തമാണെങ്കിലും അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം വിലയിരുത്തും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. ഒരു തരിമ്പ് പോലും ഇരുമ്പ് ഉപയോഗിക്കാതെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. നൂറുകണക്കിന് ശില്പികളുടെ പരിശ്രമമുണ്ട് അതിന് പിന്നിൽ. ശേഷിക്കുന്ന നിർമ്മാണ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. രാജസ്ഥാനിൽ നിന്നും എത്തിച്ച പ്രത്യേകം കല്ലുകളാണ് രാമക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് ശില്പികളുടെ 2 പതിറ്റാണ്ടോളമുള്ള പരിശ്രമം ഇതിനു വേണ്ടി വന്നു. കാര്യശാല എന്നറിയപ്പെടുന്ന ഇടത്ത് അവസാനഘട്ട ശിലയൊരുക്കൽ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്രമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ 350 അടിയാണ് ക്ഷേത്രത്തിന്റെ നീളം. 161 അടി ഉയരവും 280 അടി വീതിയും ക്ഷേത്രത്തിനുണ്ട്. 3 നിലകളിൽ ഓരോ നിലയ്ക്കും 20 അടി ഉയരം, 392 തൂണുകളും 44 വാതിലുകളും. ഇവയെല്ലാം കല്ലിൽ കൊത്തിയെടുക്കുകയായിരുന്നു. വെല്ലുവിളി നിറഞ്ഞ ഈ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഇവർ പങ്കുവയ്ക്കുന്നു. मूर्ति उस यहाँ पर निकाला जाएगा, यहाँ ले जाने में फूट जाएगा, इसलिए मूर्ति बन जाएगा, वहाँ पर लग जाने के बाद मूर्ति बनाया जाएगा. നൃത്തമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങൾ ഹാളിലുണ്ട്. വടക്കുവശത്ത് അന്നപൂർണാദേവിയുടെ മന്ദിരവും തെക്കുവശത്ത് ഹനുമാന്റെ മന്ദിരവും പുതിയ രാമക്ഷേത്രത്തിലുണ്ടാകും. 2 പതിറ്റാണ്ടിലധികമായി നടന്നുവരുന്ന ക്ഷേത്ര നിർമ്മാണ പ്രവർത്തികളാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. 2024 ജൂലൈയിൽ 3ാം നിലയും പൂർത്തിയാകുന്നതോടെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമാകും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24.